അപ്പോൾ ഇത് പ്രധാനമായിട്ടും മാച്ച് ദ ഫോളോയിങ്ങിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഞാനൊരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. ട്രിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം. എങ്കിലും ഞാൻ പറഞ്ഞുതരാം, നോക്കിയോ. ഇതെങ്ങനെ ഓർത്ത് വയ്ക്കുക? മാച്ച് ദ ഫോളോയിങ് വന്നാൽ നമുക്ക് അടിക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞുതരാം. നോക്കടാ, ഈ മെഡിസി മലയാളത്തിൽ വായിച്ചു നോക്കിയാൽ മെഡിച്ചി. നമ്മൾ കേൾക്കുന്ന നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? മടിച്ചി അല്ലേ? എന്താണ് മടിച്ചി? ഫ്ലോറൻസ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ മടിച്ചി എന്ന് എപ്പോഴാണ് നമ്മൾ പറയുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യാതിരിക്കുമ്പോഴാണ് മടിയൻ മടിച്ചി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അമ്മ വന്ന് പറഞ്ഞു. എന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു? ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു നീ ഭയങ്കര മടിച്ചിയാണ്, എന്ത് പണി പറഞ്ഞാലും ചെയ്യൂല. അപ്പോൾ ഫ്ലോറൻസ് എന്ന് പറയുന്ന നഗരത്തിലാണ് എന്തുള്ളത്? മെഡിച്ചി എന്ന് പറയുന്ന കുടുംബം ഉള്ളത്. എന്തുള്ളത്? മെഡിച്ചി എന്ന് പറയുന്ന കുടുംബം ഉള്ളത്. ഓർത്ത് വയ്ക്കാമല്ലോ, മടിച്ചി ഫ്ലോറൻസ്, മടിച്ചി ഫ്ലോറൻസ്. ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്തില്ല, അതുകൊണ്ട് അമ്മ എന്ത് വിളിച്ചു? നിങ്ങളെ മടിച്ചി എന്ന് വിളിച്ചു. സോ മടിച്ചി ഫ്ലോറൻസ്. ഓക്കെ ആണല്ലോ. ഇനി ഓർത്ത് വയ്ക്കുക, നോക്കിയേ, സ്ഫാർസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കും. ഈ സ്ഫാർസ, ഫസ്റ്റ് പോയിന്റ് ഓർത്ത് വയ്ക്കണേ, സ്ഫാർസയും വിസ്കോന്തിയും മിലാൻ എന്ന് പറയുന്ന സിറ്റിയിലാണ്. അപ്പോൾ മിലാനിൽ 2 ഫാമിലി ഉണ്ട്. മിലാനിൽ 2 ഫാമിലിയാണ്. ഏതൊക്കെയാണ്? സ്ഫാർസയും വിസ്കോന്തിയും. ഏതൊക്കെയാണ്? സ്ഫാർസയും വിസ്കോന്തിയും. മലയാളം കൂടി വെച്ചേക്കുന്നത് ഉച്ചരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, ഇറ്റാലിയൻ ഭാഷയിലെ നമ്മളെ വായി വരത്തില്ല. ഓക്കെ, അപ്പോൾ എന്താണ്? സ്ഫാർസയും വിസ്കോന്തിയും മിലാനിലാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഇതിൻ്റെ കോഡ് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഫാർസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെന്ന് വിചാരിക്കും. സ്ഫാർസ എന്ന് പറയുന്ന പെൺകുട്ടി മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവൾ എന്താണ്? അവൾ ഒരു കോന്തി എന്നാണ് കൂട്ടുകാർ വിളിക്കുന്നത്. ഓക്കെ, ഇത് ബോഡി ഷേമിംഗ് എന്നൊന്നും പറയരുത്. ഓക്കെ, എൻ്റെ കോഡാണ്. എന്താണ്? എൻ്റെ അല്ല, എനിക്ക് വേറെ നിന്ന് കിട്ടിയ കോഡ്. ഓക്കെ, സ്ഫാർസ എന്ന് പറയുന്ന സ്ഥലം, സ്ഫാർസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. അവൾ എങ്ങനെയായിരിക്കുന്നത്? മിലാൻ, മെലിഞ്ഞിട്ടായിരിക്കുന്നത്. സോ അവളെ കൂട്ടുകാരികൾ എന്ത് വിളിക്കും? ഒരു കോന്തിയാണെന്ന് വിളിക്കും. അപ്പോൾ സ്ഫാർസയും വിസ്കോന്തിയും മിലാനിൽ. അപ്പോൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ കോമഡി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും ഉറപ്പാണ് മാച്ച് ദ ഫോളോയിങ് വന്നാൽ നിങ്ങൾക്ക് ഈ കണക്ഷൻ വെച്ചത് കിട്ടും. ഇനി അടുത്ത എളുപ്പമാണ്. ഓക്കെ, ഫർണീസി, ഫർണീസി, PAR, പാർമ. ഫർണീസി പാർമ, FAR, ഫർണീസി പാർമ. അങ്ങനെ ഓർത്ത് വയ്ക്കാൻ പറ്റുമല്ലോ. ഈ ബാക്കിയുള്ള എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഓർസിനി നേപ്പിൾസ് ആണെന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ക്ലാസ്സിൽ സാറ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴൊക്കെ ഇത് കാണാതെ പഠിച്ചോളണം, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് പരീക്ഷയ്ക്ക് മാച്ച് ദ ഫോളോയിങ് വന്നാൽ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഒന്നുകൂടി എന്താണ്? മടിച്ചി അല്ലെങ്കിൽ മെഡിസി ഫ്ലോറൻസ് അല്ലേ? ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ മടിച്ചി, മെഡിസി ഫ്ലോറൻസ്. സ്ഫാർസ എന്ന് പറയുന്ന പെൺകുട്ടി മെലിഞ്ഞിട്ടായതുകൊണ്ട് കൂട്ടുകാരെ അവളെ എന്ത് വിളിച്ചു? കോന്തി എന്ന് വിളിച്ചു. സോ സ്ഫാർസയും വിസ്കോന്തിയും മിലാനിലാണ് ഇരിക്കുന്നത്. ഫർണീസിയുടെ FARും പാർമയിലെ PARും വെച്ച് അത് ഓർത്ത് വയ്ക്കാം. ഓർസീനി നേപ്പിൾസിലാണ്. അങ്ങനെ കുറേ ട്രേഡ് ഫാമിലീസ് ഡെവലപ്പ് ചെയ്ത് വന്നു.